ഭാരതത്തിലെ ആദ്യത്തെ തദ്ദേശീയ മെത്രാനായ മാർ ജോസഫ് കരിയാറ്റി മെത്രാപ്പോലിത്തായുടെ 238 ചരമവാർഷിക അനുസ്മരണ സമ്മേളനം അദ്ദേഹത്തിൻ്റെ ഇടവകയായ ആലങ്ങാട് സെൻറ് മേരീസ് ദേവാലയത്തിലെ പാരിഷ് ഹാളിൽ വെച്ച് നടന്നു. രാവിലെ ദിവ്യബലിക്കു ശേഷം കരിയാറ്റി പിതാവിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പഴയ പള്ളിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ചരിത്രം തിരിച്ചൊഴുക്കില്ലാത്ത ഗതിപ്രവാഹമാണ്, അങ്ങനെ ഒഴുകിപ്പോകുന്നു. പക്ഷെ അതിൽ ഭാവിക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നൂറ്റാണ്ടുകൾക്ക് വേണ്ടി നാം കോരി സൂക്ഷിക്കേണ്ട ഒന്നായി ചില കാര്യങ്ങളുണ്ട്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഗതിപ്രവാഹത്തിൽ ഈ ദേവാലയത്തിനും ഈ പ്രദേശത്തിനും മാർ ജോസഫ് കരിയാറ്റി പിതാവിനുമുള്ള പങ്ക് വളരെ വലുതാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ആത്മീയ ജീവിതത്തിലും സേവന പ്രവർത്തന രംഗത്തുമെല്ലാം വിദ്യാഭ്യാസ പ്രവർത്തനത്തിലുമെല്ലാം കേരളത്തിലെ കത്തോലിക്കാ സഭ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യ വിഭാഗങ്ങളുടെ പങ്ക് വളരെ വലുതാണ്, ശ്ലാഘനീയമാണ്. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ അധ്യക്ഷനായി. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രശസ്തനായിരിക്കുന്ന നേതാവാണ് മാർ ജോസഫ് കരിയാറ്റി പിതാവ്. ഈ നാടിൻ്റെ മകൻ. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ 238 വാർഷികമാണ് നമ്മൾ ഇന്ന് ആചരിക്കുന്നത്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഞാൻ മുൻകാലങ്ങളിലെ ആലങ്ങാട്ട് വരാനായിട്ട് ഇടവന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുകയാണ്, പഴയ പള്ളി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അവസരത്തിൽ ഞാനൊരിക്കൽ കുർബാനയ്ക്ക് വന്നു. അപ്പം എനിക്ക് അല്പം സങ്കടം തോന്നി. എൻ്റെ ഇതൊന്നും അത്രയും ശ്രദ്ധിക്കാതെ ഇത്രയും ആലങ്ങാട്ട് വളരെ പ്രശസ്തമായ സ്ഥലം, പുരാതനമായ സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനൊരു വഴിപോക്കനായതുകൊണ്ട് അനിഷ്ട സത്യം പറയാമല്ലോ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ പള്ളി എത്രയും പെട്ടെന്ന് പുനരുദ്ധരിക്കാനായിട്ട് പരിശ്രമിക്കണമെന്ന്. ഇന്നിപ്പോൾ കാണുമ്പോൾ ആ പഴയ പള്ളി മനോഹരമായിട്ട് പുനരുദ്ധരിക്കുക മാത്രമല്ല, ഒരു പുതിയ പള്ളി അതിമനോഹരമായിട്ട് വിശാലമായിട്ട് നിങ്ങൾ പണിയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആ കൂട്ടായ്മയ്ക്കും സഹകരണത്തിനും ഒക്കെ ഞാൻ നന്ദി പറയുകയും നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അതിരൂപത വികാരി ജനറൽ ഫാദർ വർഗീസ് പൊട്ടക്കൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. ആലങ്ങാടിനൊരു സ്ഥാനമുണ്ട്. അത് കേരള സഭയുടെ ചരിത്രത്തിലും ഭാരത സഭയുടെ ചരിത്രത്തിലും അവിടുത്തെ വീരപുത്രനാണ് മാർ ജോസഫ് കരിയാറ്റി പിതാവ് എന്നുള്ളതും ഈ ദിനത്തിന്റെ മധുരം വർദ്ധിപ്പിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ആലങ്ങാട് എന്ന വാക്കിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് പറയുന്നത് പല അഭ്യൂഹങ്ങളുണ്ട്. ഒന്ന് പറയുന്നത് ആലൈ എന്ന നാടാണ്. ആല എന്നത് തമിഴ് ഭാഷയിൽ പറയുന്നത് ചക്ക് അല്ലെങ്കിൽ കരിമ്പ് എന്നാണ്. അപ്പോൾ മധുരമൂറുന്ന നാടാണ് ആലങ്ങാട് എന്നാണ് വ്യാഖ്യാനം. വികാരി ഫാദർ പോൾ ചുള്ളി സ്വാഗതം പറഞ്ഞു. 10-ാം തീയതിയാണ് മെത്രാപ്പൊലീത്ത മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ചരമവാർഷിക അനുസ്മരണ സമ്മേളനം ഏറ്റവും ഭംഗിയാക്കണമെന്നൊരു ആശയം എല്ലാവരുടെയും മനസ്സിൽ വന്നു. അങ്ങനെ മനസ്സിൽ വന്നതിൻ്റെ വെളിച്ചത്തിലാണ് ഗോവയുമായിട്ട് ഒത്തിരിയേറെ ബന്ധമുണ്ട് ആലങ്ങാടിൽ. കാരണം ഗോവ മെത്രാപ്പൊലീത്തയായിരുന്ന മെനേസിസ് മെത്രാപ്പൊലീത്ത ഇവിടെ വന്നിരുന്നു 1599. അന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ട വിവരം
അറിയിക്കുകയും മെത്രാപ്പൊലീത്ത തന്റെ ഡയറിയിൽ കുറിച്ചു വയ്ക്കുകയും പിന്നീട് ജോർനാഥ എന്ന പുസ്തകത്തിൽ ഗുബയ എന്ന ഗ്രന്ഥകാരൻ എഴുതി വയ്ക്കുകയും ചെയ്തു. വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു കരിയാറ്റി നന്ദിയും പറഞ്ഞു. എപ്പിസ്കോപ്പൽ ബസിലിക്കയായിട്ട് ഉയർത്തണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ ഇടവകക്കാർക്കുണ്ട്. അതിന് പിതാവ് ഞങ്ങളെ സഹായിക്കണം. അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും ഞങ്ങൾ പൂർത്തിയാക്കി ഞങ്ങൾ പിതാവിനെ സമീപിക്കും. അപ്പോൾ അതുകൊണ്ട് പിതാവ് ഞങ്ങൾക്ക് അനുഭാവപൂർവമായ ഒരു നടപടിയുമായി ഞങ്ങൾക്ക് സ്വീകരിക്കണം എന്നുള്ളതാണ് അഭ്യർത്ഥന. കൺവീനർ അഡ്വക്കേറ്റ് ജൂഡോ പീറ്റർ ഗവർണർക്ക് മെമ്മൻറ്റോ നൽകി ആദരിച്ചു. ഇടവകയിലെ മുതിർന്ന അംഗങ്ങളെയും ജൂബിലി ആഘോഷിക്കുന്ന ദമ്പതികളെയും വിവിധ രംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെയും ആദരിക്കുകയുണ്ടായി. കലാപരിപാടികളും സ്നേഹവിരുന്നും നടന്നു. CJ ജോയ്, സിറ്റി വോയിസ്, ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.